നമസ്കാരം. വേടനെ കൊടുക്കാനുള്ള സംഖ്യ നീക്കത്തെ ഹൈക്കോടതി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. നിയമവ്യവസ്ഥയോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത വരുന്ന ഒരു വിധിയാണ്, ഒരു മുൻകൂർ ജാമ്യമാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് പുറത്തു വന്ന വിധി എന്ന് പറയേണ്ടി വരികയാണ്. സംഘികൾ നടത്തിയ കുതന്ത്രം, അതായത് ഈ സമൂഹത്തിൽ ഞങ്ങളല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളിൽപ്പെട്ടവരല്ലാതെ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ഒരുത്തനും തലപൊക്കി വരാൻ പാടില്ല. അങ്ങനെ തലപൊക്കി വന്നാൽ ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള ചില സ്വാധീനങ്ങളുണ്ട്, സമസ്ത മേഖലയിലും ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അവരിലൂടെ നമ്മൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കുന്നത്, വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും മുഖ്യധാരയിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തിട്ടൂരമാണ് ഇങ്ങനെ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും ഫ്ളാറ്റിൽ കയറാനുള്ള സാമ്പത്തികം പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഫ്ളാറ്റിൽ പീഡിപ്പിച്ച കഥയുണ്ടാക്കിയത്. അതിലെ ലോക്ക്ഡൌൺ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ കോമഡിയായി തോന്നിയത്. 2020 കാലഘട്ടത്തിൽ ഈ നാട് മുഴുവൻ അടഞ്ഞു കിടക്കുകയായിരുന്നു. മനുഷ്യർക്ക് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് സംഘി കുബുദ്ധിയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഫ്ളാറ്റുകൾ തോറും പീഡനം നടന്നു എന്ന കഥയൊക്കെ ഇറക്കി വിട്ടത്. സംഘികളുടെ ആ ദുരുദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഒരു പ്രിവിലേജും ഇല്ല, വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, വാടക വീട്, അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണി, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ 2020-21 കാലഘട്ടത്തിൽ വേടൻ എന്ന പേര് പോലും ആയിട്ടില്ല. അങ്ങനെ ഒരാളെ തേടി ഡോക്ടറായിട്ടുള്ള പെൺകുട്ടി, ഗവേഷക വിദ്യാർത്ഥിനികൾ, അങ്ങനെ അടുപ്പിച്ച് മുൻകൂർ ജാമ്യത്തിന്റെ ഡേറ്റ് വരുമ്പോൾ ഇരയ്ക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട്. അവരുടെ മുഖം കാണിക്കാൻ പാടില്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ കോണിലിരുന്ന് ചില സംഘിണികളെ ഇറക്കി, ചില സംഘിണികളെ കൊണ്ട് ആ പരാതി കൊടുത്തതാണോ എന്നുള്ള സംശയം കൃത്യമായി ബലപ്പെടുകയാണ്. അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇങ്ങനെ ഒരു സ്ത്രീയെ പ്രണയം നടിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ പാടില്ല. പക്ഷേ ചൂഷണം ചെയ്തു പോയിട്ട് 5 വർഷം ആകുമ്പോഴാണ് അത് ചൂഷണമാണെന്ന് തിരിച്ചറിയുകയും ഇപ്പോൾ ആ ചൂഷണത്തിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നുന്നത് സമൂഹത്തിൽ ചില വിഭാഗക്കാരെ പൊള്ളലേൽപ്പിച്ചിരിക്കുന്ന സന്ദർഭത്തിലായതാണ് ആ ഒരു ചൂഷണത്തിനോട് തൽക്കാലം കൂടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. കാര്യം ഈ നാട്ടിൽ അത്തരം കേസുകളൊന്നും ഒരിക്കലും ഓൺ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വിഭാഗക്കാർ ഈ സമൂഹത്തിൽ നേരിടുന്ന അസമത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ് തനിക്ക് ജന്മസിദ്ധമായി ലഭ്യമായ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ സമൂഹത്തിന്റെ ശബ്ദമായി മാറുകയാണ്. അത് കേൾക്കാൻ ആൾക്കൂട്ടം ഉണ്ടാവുകയാണ്. അങ്ങനെ റാപ്പ് സംഗീതത്തിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ നീ തമ്പുരാനുമല്ല, തമ്പുരാനാണെങ്കിൽ എനിക്കൊരു തൈരുമല്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് പൊള്ളലേറ്റ് അവന്റെ പിന്നാലെ കൂടിയതാണ്. അത് നമ്മൾ കഞ്ചാവ് കേസിൽ കണ്ടു. ഈ സവർണ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും. എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ വ്യക്തിയെ തേടി വനം വകുപ്പ് വരെ വരുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, എങ്ങനെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് വെച്ചിട്ട്, എന്നിട്ട് ആ ചെറുപ്പക്കാരനെ അതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കം നടക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച സംശയങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അന്ന് സർക്കാർ ഇടപെട്ട് ആ FIR തന്നെ കോഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും സർവശക്തനായിട്ട് സർക്കാർ കൂടുതൽ വേദികൾ ഒരുക്കി കൊടുത്തപ്പോൾ ആ ശബ്ദം കൂടുതൽ ഉറക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇനി പുതിയ നമ്പർ, എങ്ങനെ സ്ത്രീ വിഷയത്തിൽ കുടിക്കാൻ ഇല്ലാതാക്കി കളയാം, വ്യക്തിയുടെ ക്രെഡിബിലിറ്റി കളയാനായിട്ട് സംഘികൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു തന്ത്രം, അതിലാണ് ഇപ്പോ ഹൈക്കോടതി ഒരു കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഇന്നിപ്പോ ജസ്റ്റിസ് ബിച്ചു കുര്യൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് വ്യക്തിയോടുള്ള വൈരാഗ്യം റൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പീഡനമായി മാറുന്നത്? ഈ ഒരു വ്യക്തിക്ക് പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേരിടാൻ പാടില്ലാത്തതാണ്. പക്ഷെ പ്രായപൂർത്തിയായ 2 പേർ തമ്മിലുള്ള ബന്ധം, അത് പിന്നീട് അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഒരാൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അതിനെ ലൈംഗിക പീഡനമാക്കി മാറ്റാനുള്ള ആ സംഘി ബുദ്ധി ഉണ്ടല്ലോ, ഇത് സംഘികൾ, അതായത് സവർണരിൽ ആരെങ്കിലും ഭാഗത്താണ് വരുന്നതെങ്കിൽ ഉടനടി എന്തെല്ലാം ന്യായീകരണങ്ങൾ നമുക്ക് കാണാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനോടൊപ്പമാണ് സംഘികൾ. അതോടൊപ്പം വിജയ് ബാബു എന്ന് പറയുന്ന വ്യക്തി ഒരു നടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നപ്പോൾ വിജയ് ബാബുവിനൊപ്പമായിരുന്നു സംഘികൾ. അങ്ങനെ സവർണരാണെങ്കിൽ അവരുടെ പിന്നിൽ അണിനിരക്കുന്ന സംഘികൾ വേടനെ തിരഞ്ഞുപിടിച്ച് ഇങ്ങനെ ഒരു കേസിൽ പെടുത്താൻ പരിശ്രമിച്ചതിന്റെ ഉദ്ദേശശുദ്ധി അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നേ. അതുകൊണ്ട് കോടതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലും അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ ആ വിധിയും അത് ഈ നാട്ടിലെ ജനങ്ങൾ കയ്യടിയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസാനത്തെ ആശ്രയമാണ് കോടതികൾ. ആ കോടതികൾ കൂടി കൈവിട്ടാൽ പിന്നെ എവിടെ നിന്ന് അവന് നീതി കിട്ടും? അങ്ങനെയുള്ളിടത്താണ് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കെ ഇരയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നൊറ്റ കാരണത്താൽ
വിമൻ കാർഡ് ഇറക്കി ഒരു വ്യക്തിയെ ലൈംഗിക പീഡന കേസിൽപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തെയാണ് ഇപ്പോ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചതിലൂടെ തടയാനായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേടന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നാടിന് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാര്യം ഇതൊക്കെ ആണും പെണ്ണുങ്ങളും ഉള്ളിടത്തൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ അതിൽ എവിടെയാണ് പീഡനം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. അത് സംഘികൾ സൃഷ്ടിച്ചെടുത്ത ഒരു കൃത്രിമ അല്ലെങ്കിൽ വ്യാജ ലൈംഗിക പീഡനമാണെങ്കിൽ അത് ഉന്നയിച്ചവരെ കൂടി ഈ സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അവരെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.